ഗ്രിൻഡൽ വോം നമ്മൾ ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഗ്രിൻഡൽ വോം യൂസ് ചെയ്ത് വീണ്ടും 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 നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ ശേഷം പിന്നെ വരുന്നത് നമുക്ക് ഈ മൊയിന, ഡാഫ്നിയ അങ്ങനത്തെ ഫീൽഡിലാണ്. മൊയിനയും ഡാഫ്നിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരിക്കൽ വാങ്ങിച്ചാൽ മദർ കൾച്ചർ ഏതെങ്കിലും കൾച്ചർ നമ്മൾ ഫാം ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഗ്രിൻഡൽ വോം ചെയ്യുന്ന മൈക്രോവോം എല്ലാവർക്കും അറിയായിരിക്കും, ബ്രെഡിലാണ് ചെയ്യുന്നത്, ഈസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഗ്രിൻഡൽ വോം ചകിരിച്ചോറിലാണ് ചെയ്യുന്നത്. മൊയിനയും ഡാഫ്നിയും എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് അതിന്റെ കൾച്ചർ രീതി വരുന്നത്. അതും ഈസ്റ്റ് യൂസ് ചെയ്ത് പലരുടെയും ഒരു തെറ്റായിട്ടുള്ള രീതിയാണ്. ഈസ്റ്റ് ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. മൊയിനയല്ല, ആക്ച്വലി ഇവരുടെ ഫീഡ് എന്ന് പറയുന്നത് ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയ ഉണ്ടാവാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈസ്റ്റ് ഇല്ലാതെ മൊയിനെ കൾച്ചർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആൽഗി വാട്ടറിൽ ഇത് വെച്ച് ചെയ്യാൻ പറ്റും, വൈക്കോലിട്ടിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ബാക്ടീരിയ വേണം എന്നുള്ളതേ ഉള്ളൂ. ബാക്ടീരിയ ഉണ്ടാകാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈസ്റ്റ് ആണെന്നേ ഉള്ളൂ. ക്വാളിറ്റിയുള്ള ഈസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ കിട്ടും. പിന്നെ ഈ കൾച്ചേഴ്സ് എല്ലാം വൈൽഡ് കളക്ഷനിൽ ഒരുപാടുണ്ട്. ഇപ്പം ഇതാരും ഉണ്ടാക്കിയ ഒരു സാധനം അല്ല, ഇത് യഥാർത്ഥത്തിൽ പണ്ടേ വൈൽഡിലുള്ള ഒരു സാധനമായിരുന്നു. ഇതിനെ നമുക്ക് വൈൽഡിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ ഇപ്പോഴും ആറ്റിലെ തോട്ടിലൊക്കെ പോയി രാത്രി ടോർച്ച് കടിച്ചു പോയിക്കുകയും ചില മൊയിനും ഡാഫ്നിയും എല്ലാം കയറി വരും. പക്ഷെ അങ്ങനെ വരുമ്പോൾ അതിനകത്തൂടെ നമുക്ക് ആവശ്യമില്ലാത്ത പല ബാക്ടീരിയകളും ബാക്കിയൊക്കെ വരും. അത് നമ്മളെ ടാങ്കിൽ വന്നു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ട്